കുതിര പോലുണ്ട്. ട്രൈ ചെയ്താലോ? നോ നോ ഇമോഷൻ ജോൺ. ഹുസൈനെ, ഞാൻ കൊടുത്തോ? ഇതാ. നിനക്കൊന്നും സെറ്റ് ആവില്ലടാ, വേറെ ആളെ ട്രൈ ചെയ്. ഒന്ന് പോടാ മണ്ട. നീ കണ്ടോ, ഈ പെഗോരണം തീർന്ന സ്ട്രൈറ്റ് ആയിട്ട് മാറ്ററിലേക്ക് കിടക്കും. പുതിയതാണല്ലേ? എന്താ പ്രശ്നം? എന്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി. ബ്രേക്കപ്പ് ഡേ എൻജോയ് ചെയ്യടേ. കമോൺ. ജോൺ, ജോൺ എഴുന്നേക്കടാ. ജോൺ 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 എഴുന്നേക്കടാ. ആ പെണ്ണ് ബാത്റൂമിൽ ബോധം കെട്ട് കിടക്കാടാ. ഏത് പെണ്ണാടാ? നീ ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നില്ല, ആ പെണ്ണാടാ. പൂസായിരിക്കൂടാ. ഡാ, പൂസിലല്ലടാ, ഷീസ് ഡെഡ്. അവള് ചത്ത് കിടക്കാടാ. എന്തുവാടാ പറയുന്നത്? ഒന്ന് പെട്ടെന്ന് വാടാ. ഇവരെവിടെയാ നോക്കുന്നേ? ജീവനുണ്ടോന്ന് പറയാൻ നീ ഒരു നോട്ടം നോക്കിയില്ലേ? ഒരു രക്ഷയില്ലടാ. ചാർമി, എന്ത് ഭംഗിയല്ലേ? മേക്കപ്പ് ഇല്ലാതെ കണ്ട പ്രേതത്തെ പോലെ ഉണ്ടാവൂടാ. ഡാ, ഞാൻ പോലീസിനെ വിളിക്കാം. നീ എന്തിനാടാ ഫോൺ കട്ട് ചെയ്തേ? പബ് നടത്തണോ വേണ്ടയോ? പബ് നടത്തുന്നതിന് പോലീസിന് എന്താടാ ബന്ധം? ഫോൺ ചെയ്ത പോലീസ് മാത്രമല്ല വരിക, മീഡിയക്കാരും വരും. ഓൾറെഡി പബ്ബിൽ നടക്കുന്ന വൃത്തികേടുകളൊക്കെ മീഡിയക്കാർ വെച്ച് കാച്ചുന്നുണ്ട്. ഇവക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നമ്മുടെ കാര്യവും പോക്കാ. പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമ്പോൾ എന്ത് ആദർശത്തെയാണ് പിടിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന നേതാവ് ഇത് കണ്ട. ഈ ആദർശം മതി എന്നൊരു പൈൻ്റ് അടിച്ച് ആലോചിച്ചിട്ട് സംസ്കാരത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് 100 പേരെ വിളിച്ചോണ്ട് ഇവിടെ നിൽക്കും. അവന്മാരെല്ലാരും കൂടി ഈ ബാറ് മുഴുവനും അടിച്ച് തകർത്തിട്ട് വന്ന ലോറി തന്നെ ബാക്കിയെല്ലാം പെറുക്കിയെടുത്തിട്ടോണ്ട് പോകും. ഇതൊക്കെ ആവശ്യമാണോടാ? ഡാ, നീ എന്നെ കൺഫ്യൂസ് ആക്കില്ലേ? അവൾ അങ്ങനെ തന്നെ വിടാനാണോ പ്ലാൻ? അവിടെ തന്നെ വിട്ടാ ശ്വാസം വിട്ട് ചത്തു.
നമുക്ക് ഇവിടെ ഇന്നർ ഹാളിലേക്ക് മാറ്റാം. ശരിയടാ, കാല് പിടിക്ക്. എന്താ നിനക്ക് കാല് പിടിച്ചാല്? കാല് പിടിച്ചവരൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാ. അതെന്താടാ നിനക്ക് നന്നാവണ്ടേ? ശരി, ഞാൻ തന്നെ കാല് പിടിക്കാം. ചുമ്മാ പറയരുതല്ലോ, ബ്രഹ്മദേവൻ കാല് വരെ ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട്. എടാ, നീ എന്താടാ കാണിക്കുന്നേ? ഉണ്ടോന്ന് നോക്കിയതാ. എന്ത്? അത് എന്നടാ അത്. അതൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഉണ്ടാകും. തൽക്കാലം നീ മണിയടിക്കാൻ പോണ്ട, ബാ. മുടിയാടാ, വേറെ ഒന്നല്ല. ഉം, ഉം. ചാരു, എന്നെ നീ ഒന്ന് നോക്ക്. ചാരുക്കുട്ടി, ചാരു മോളെ. ഡാ, എന്തുവാടാ കാണിക്കുന്നേ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടടി, നിന്റെ തള്ള വന്നിട്ടുണ്ടടി, എടി കോട്ടറുമായിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടടി. ഇരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങടാ. എടാ, കൊന്നു കളയല്ലേ. ശ്വാസം മുട്ടി ചാവണ്ടാന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന നീ അവിടെ സ്പ്രേ അടിച്ച് കൊല്ലുവാടാ. പൂസായി കിടക്കടാ. മച്ചു, ഞാൻ അവൾക്ക് മോര് കൊടുത്ത് എഴുന്നേപ്പിക്കട്ടെ? മയക്കത്തിൽ എങ്ങനെ മോര് കുടിക്കാനാ? അല്ലെങ്കിൽ എന്റെ വിരൽ അവളുടെ വായിലിട്ടിട്ട് ഓന്ന് ഛർദ്ദിക്കാൻ വെക്കട്ടെ? 80 വയസ്സുള്ള കിളവിയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂടാ. കേടാവിയോ? ഓ, വായാണോ ജീവനോടെ ഇരുന്ന എന്ത് ചത്ത എന്ത്? ഒന്നെങ്കിൽ വെള്ളടിക്കും, അല്ലെങ്കിൽ ഇരുന്ന് മൊബൈലിൽ ബിറ്റ് സിനിമ കാണും. കുറച്ചെങ്കിലും സീരിയസ്നെസ് ഉണ്ടോ? മല്ലുവാണോ ഇംഗ്ലീഷാണോ? ഒന്ന് കാണിക്കടാ. നിന്നെ ഇത് അവളുടെ ഫോണാടാ. ഹേ, അവളുടെ ബോയ് ഫ്രണ്ടിന്റെ നമ്പർ ഉണ്ടോ നോക്കി ഇൻഫോം ചെയ്യാം. അവള് ബോയ് ഫ്രണ്ടിന് ഇട്ടിരിക്കുന്ന പേര് ATM, ആംബുലൻസ്, ഷാർപ്പ്, കട്ടയ്ക്ക്, സിപ്പ്. അച്ഛൻ, അമ്മ, അനുജൻ, അനുജത്തി, ആരുമില്ല. ഇവളുമാര് സാറ്റർഡേ ആവുമ്പോ ഓസയില് സ്വർഗത്തിലെത്തും. എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിച്ചാ മന്ത്ലി ടാർഗറ്റ്, മൈൻഡ് സ്ട്രെസ്, ഇങ്ങനെയൊക്കെയാ പറയാറുള്ളത്. ഇവളുമാർക്ക് കുടിക്കാണ്ട് പറ്റില്ല. അതിന് കുറെ ഊള കഥകൾ പറയും. അല്ല, നീ എന്തിനാ കുടിക്കുന്നേ? ഇതുപോലെയുള്ള ഓരോ സംഭവം കാണുമ്പോ എങ്ങനെ കുടിക്കാതിരിക്കും? കറക്റ്റാടാ, സെയിം ഫീലിംഗ്. കുടിക്ക് മച്ചു, അത് നിനക്കുള്ള കോളാ. നീ പോയിക്കോ, ഞാൻ അവളെ നോക്കിക്കോളാം. എന്തിന്? ഞാൻ പോയി കഴിഞ്ഞിട്ട് വായിൽ വരലിട്ട് ഊന്ന് വാള് വെപ്പിക്കാനാണോ? ഇല്ല, കൊന്നുകളി ഞാൻ. ഹായ്. ഇതുവരെ ഇറങ്ങിയില്ലേ? സാറ്റർഡേ അല്ലേ, നല്ല തിരക്കുണ്ട്. വെള്ളടിച്ചോണ്ടിരിക്കാണോ? ആ, ഇല്ലല്ലോ. ഞാൻ വരുമ്പോ നിനക്ക് ഐസ്ക്രീം അടിച്ചോണ്ട് വരട്ടെ? ഐസ് ഒന്നും എനിക്ക് വേണ്ട, വേഗം വാ. പെട്ടെന്ന് വരാവേ.